എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പോണ്ടിച്ചേരി ട്രിപ്പിലെ രണ്ടാം ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നലെ നമ്മൾ ഗാന്ധി സ്റ്റാച്ചു, അതുപോലെ പ്രൊമനന്റ് ബീച്ച്, റോക്ക് ബീച്ച്, പിന്നെ കുറച്ച് ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ സെയിൽ ചെയ്യുന്ന സ്ഥലങ്ങൾ, സെക്രഡ് ഹാർട്ട് ചർച്ച്, പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ അടച്ചിരിക്കായിരുന്നു, അങ്ങനെ ഫ്രഞ്ച് വാർ മെമ്മോറിയൽ, ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ കാണുന്നത് വില്ലൂരം എന്ന് പറഞ്ഞ സ്ഥലത്ത്, തമിഴ്നാട്ടിലെ ഒറോവിൽ എന്ന് പറയുന്ന ഒരു 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 പ്രത്യേക ഗ്രാമം. വില്ലുപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പോണ്ടിച്ചേരിയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ നീങ്ങിയിട്ടാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ അവിടെ നിന്ന് പോയി അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാര്യങ്ങളൊക്കെ നോക്കാം. അതിനുശേഷം അവിടെ നിന്ന് എങ്ങോട്ടൊക്കെ പോകണമെന്ന് നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് ആലോചിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കൂടെ പോണ്ടിച്ചേരി ട്രിപ്പിലെ രണ്ടാം ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെയാണ് പോണ്ടിച്ചേരി വരുന്നത്. അതായത് പോണ്ടിച്ചേരി എന്നുള്ളത് 2006 പുതുച്ചേരി ആക്കി. ഈ ഭാഗമാണ് നമ്മുടെ പുതുച്ചേരി. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വൈറ്റ് ടൗൺ എന്ന് പറയുന്ന ഈ സ്ഥലം വരുന്നത്. വൈറ്റ് ടൗൺ ഇവിടെയാണ്. പിന്നെ ഇവിടെയാണ് റോക്ക് ബീച്ച്, പ്രൊമനന്റ് ബീച്ച്, ഇവിടെ ഫ്രഞ്ച് വാർ മെമ്മോറിയൽ, ഇതൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. അതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. ഈ ഭാഗത്തായിട്ടാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ വരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറിയിട്ട് ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരു 700 മീറ്റർ നീങ്ങിയിട്ടാണ് ഇവിടെയാണ് നമ്മുടെ ചർച്ച് വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് ഈ ഒരു ആരോവില്ല എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ ഒരു ഭാഗം വില്ലുപുരം എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇന്നലെ പറഞ്ഞല്ലോ, ഒരുപാട് ബൊഗെയിൻ വില്ലകളുള്ള ഒരു സ്ഥലമാണ് പോണ്ടിച്ചേരിയിൽ. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ടോ, ബൊഗെയിൻ വില്ല, അങ്ങനെ പല കളറിലും അതൊക്കെ ആയിട്ടുള്ളത്. ഇതിൻ്റെ അടിപൊളിയായിട്ടില്ലേ. നമ്മൾ എത്താറായി. ഇതിൻ്റെ ആരോവില്ലയുടെ ബോർഡർ എത്തി. ഇവിടെ സമയം 12 മണി. എന്തെങ്കിലും കഴിക്കാം, അതിനുശേഷം പോവാം. ശരീരത്തിൽ എനർജി കിട്ടട്ടെ. അടുത്തന്നെ ഒരു കഫയാണ് ചെറുത്. എന്താ ഇருக்கு കഴിക്കാൻ ഇருக்கு? dosa, chapati, puri, parota, methi roti, chana bhatura. ചിക്കൻ ദോശ ഇருக்கு. ചിക്കൻ ദോശ. ഈ കഫേലിരിക്കുമ്പോൾ കണ്ടോ കുറേ പശുമാവും തോട്ടായിരുന്നു തോന്നുന്നത്. ചിക്കൻ ദോശ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവസാനം ഇപ്പോൾ കേരളത്തിലെ സെയിം കാലാവസ്ഥ തന്നെയാണ് കേട്ടോ. ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല. അത്യാവശ്യം ചോറുണ്ട്. ഇങ്ങനെ ദോശ, ചിക്കൻ്റെ ഒരു കറി റാപ്പ് ചെയ്തിട്ട് ഉറക്കാണ്. 50 രൂപയാണ്. സാമ്പാറുണ്ട്. പിന്നെ കുറച്ച് ചട്നീസ് എക്സ്ട്രാ തന്നിട്ടുണ്ട്. 2 എക്സ്ട്രാ നോക്കാം. ചീസ് ഉണ്ട് അതിൽ. അല്ല, ചീസ് ഇട്ടിട്ട് നല്ല മസാലയൊക്കെ ഇട്ടിട്ടുള്ള ചിക്കൻ കറി. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെ ചിക്കൻ കറി ഉണ്ടാക്കി അതുപോലെ. രസമുണ്ട്. 50 രൂപയാണ് വിത്ത് ചീസ്. എല്ലാം ചിക്കൻ കറി ഇല്ല. നാട്ടിലെ ഫൈനൽ ചിക്കൻ കറി, അതിൻ്റെ കൂടെ ദോശ. ഇതൊക്കെ വെച്ചോട്ടെ കേട്ടോ. ചട്നി, തേങ്ങ ചട്നി. നമ്മുടെ തക്കാളി ചട്നി പോലത്തെ സാധനം കാണുന്നുണ്ടോ? തേങ്ങാ ചട്നി. ടേസ്റ്റ് നോക്കാം. എനിക്കിങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ടേസ്റ്റുകൾ അറിയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വേറെ എന്തോ കഴിക്കാത്തൊരു സാധനം കേട്ടോ. ഉണ്ടോ? കഴിച്ചു നോക്കാം. ടേസ്റ്റ് പറഞ്ഞുതരാം. അടിപൊളി, ഭയങ്കര ഇഷ്ടമായി. നല്ല എരിവ് കാന്താരിയൊക്കെ ഇട്ട് ഈ ചീസാണ് കേട്ടോ അങ്ങനെ നൂല് പോലെ വരുന്നത്. ഇത് കഴിച്ചു നോക്കാം. സാധാ തേങ്ങയിട്ടുള്ളത്. പക്ഷെ പണ്ടത്തെ ഒരു ചട്നിയിലൊക്കെ ടേസ്റ്റ് പറയാം. ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ തക്കാളി ചട്നി അതും വേറെ ടേസ്റ്റ്.
അടിപൊളിയിട്ടാണ്. ഞാൻ ഉപയോഗിച്ചില്ല. കാണുമ്പോൾ നമ്മൾ തക്കാളി ചട്നി പോലെയുണ്ടെങ്കിലും അതല്ല. ഇനി നമ്മൾ ഇതുവരെ കാണാത്തൊരു സാധനമല്ലോ. എന്തൊക്കെയാണ് ഭയങ്കര പുളിയുള്ളൊരു സാധനം. ഭയങ്കര പുളി. എന്താണെന്ന് എനിക്ക് പറയാനൊന്നും പറ്റണമെന്നില്ല. എൻ്റെ സാധനം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പൊളിച്ചു. ലൈം ജ്യൂസും പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ 200 രൂപയാണ് ഭക്ഷണമായത്. 150 രൂപ ചിക്കൻ ചീസ് ദോശ, പിന്നെ 50 രൂപ ടൈം. ഇനി നമുക്ക് വീണ്ടും 2 കിലോമീറ്ററൊക്കെ ഉള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കേട്ടോ. ഓറോവില്ലിലേക്ക് വന്നു. പക്ഷേ അത് റെസിഡൻസി ഏരിയ നമ്മൾ പോയത്. അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ ഉണ്ടാവും. അവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർ പാർക്കിംഗ് ഉള്ള സ്ഥലം. അവിടെ നിന്ന് ഉള്ളിലേക്ക് ഫ്രീ സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്ത്. ഇതാണ് ഓറോവില്ലയുടെ പാർക്കിംഗ് ഏരിയ. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ നടക്കാണ്ട്. പാർക്കിങ്ങിന് 150 രൂപ വാങ്ങി. പാർക്കിംഗ് റിനോവേഷൻ ഫണ്ട് എന്നാണ് പറയുന്നത്. പാർക്കിംഗ് അല്ല. ഇവിടുന്ന് 1.5 കിലോമീറ്റർ നടക്കണം. ആദ്യമൊക്കെ വണ്ടി ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വണ്ടി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരുപാട് രാജ്യത്തു നിന്നുള്ള ആൾക്കാർ വന്നിട്ട് താമസിക്കുന്നുണ്ട്. പിന്നെ റൈറ്റിലേക്ക് ഒരു മ്യൂസിയം പോലെ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്. പോയി നോക്കാം. യോഗ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഇതാണ് 1968 അൽഫസ എന്ന് പറയുന്ന ഒരാളത് സ്ഥാപിച്ചത്. ഇതാണ് ഓറോവില്ലയുടെ സിംബൽ. ഇവിടെ അവരുടെ ലക്ഷ്യം എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 55 രാജ്യങ്ങളിൽ നിന്ന് 2800 പേരാണ് ഇവിടെ പെർമനൻ്റായിട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. പുതിയൊരു കൺസെപ്റ്റ്. അതായത് ഇവർക്ക് മതമൊന്നുമില്ല എന്ന് പറയുന്നു. ഇവിടെയുള്ള ഒരു മന്ദിരത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് തോന്നുന്നത്. അതിൻ്റെ ആർക്കിടെക്റ്റ് ഒരു ചെറിയൊരു മിനിയേച്ചർ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഒരു റൗണ്ട് ഷേപ്പ് ഫോട്ടോസുകൾ കാണാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു കൺസ്ട്രക്ഷൻ രീതിയിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ചെറിയ ശൽക്കങ്ങൾ പോലെ പുറത്ത് കാണാൻ പറ്റുന്നൊക്കെയുള്ള അതിൻ്റെ ആർക്കിടെക്ചറൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടുണ്ട്. ഒരു ഐഡിയ കിട്ടുന്നില്ല നേരിട്ട് കാണാത്ത കാരണം. ഇവിടെ എന്തോ ഒരു പരിചയ പോലെ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1.5 കിലോമീറ്റർ 30 മിനിറ്റ് വാക്ക് മാക്സിമം നമ്മളാ കണ്ട മന്ദിരത്തിലേക്കുള്ള വഴി. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമ്മളെ ഏറ്റവും പഴക്കമുള്ള മതം എന്ന് പറയുന്നത് ഹിന്ദു മതമാണ്. 5000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. അതിനുശേഷം എൻ്റെ അറിവിൽ കേട്ടോ ജൂതമതം, അതുപോലെ ബുദ്ധമതം, അങ്ങനെയൊക്കെ വേറെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ക്രിസ്തു മതം, അതിനുശേഷമാണ് ഇസ്ലാം മതം. ഇതിലൊക്കെ ഓരോരോ നവീകരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ മതങ്ങൾ അപ്ഡേറ്റ് ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഓരോ പുതിയ മതങ്ങൾ, ഓരോ പുതിയ കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. കൺസെപ്റ്റുകൾ പിന്നെ മതങ്ങളായി അവർക്ക് കുറേ അവരുടേതായ കുറച്ച് ശൈലി. ഇപ്പം ഇവർക്ക് മതമൊന്നുമില്ല എന്ന് പറയുന്നു. പക്ഷേ ഇവർ ഒരു മന്ദിരത്തിൽ പ്രാർത്ഥനയോ യോഗയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഒരു പക്ഷെ ഫേമസ് ആവുകയാണെങ്കിൽ ഇവരുടേതായ ഒരു ശൈലി രൂപപ്പെട്ട് 1000-2000 വർഷങ്ങൾക്കൊക്കെ ശേഷം ചിലപ്പോൾ ഇതായിരിക്കാം ലോകത്ത് ഫേമസായി വരാം. പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കാലാന്തരത്തിൽ പഴയ കാലത്തെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ടാണ് പല നിയമങ്ങളും ആ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പല നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ബൈബിളിൽ നോക്കിയാലും ഖുറാൻ നോക്കിയാലും അല്ലാത്ത പലതും മാറ്റേണ്ട സമയം കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ഓരോന്ന് വരും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെതായ രീതിയിൽ പുതിയ ആശയങ്ങൾ വെച്ചിട്ട് ഒരെണ്ണം തുടങ്ങും. അത് പിന്നീട് അതൊരു മതമായി മാറും. കുറേ കാലം കഴിയുമ്പോൾ
വേറെ വരും. അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ട്. പക്ഷെ ഒരു മതവും അവരുടെ ആശയങ്ങൾ ഒരിക്കൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിൽ മാറ്റാൻ അവർ സമ്മതിക്കില്ല. അതതിൻ്റെ ഒരു പോരായ്മയാണ്. റൈറ്റ് സൈഡ് ഇത് ആർട്ട് സെന്റർ. ഹൗ മച്ച്? 25. ഇവിടെ എന്തോ ആർട്ട് സെന്റർ ഉണ്ട്, ഒന്ന് പോയി കണ്ടേക്കാം. ഒന്ന് റൈറ്റിലേക്ക് പോയിട്ടാണ് മറ്റു കണ്ടു. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. അതിൻ്റെ നോട്ട് ടൈപ്പ് ഫോട്ടോസ്. അയ്യോ, ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല. ഞാനൊന്ന് നോക്കി പഠിക്കട്ടെ ആദ്യം. പണ്ട് കാലത്തുള്ള കുറേ സാധനങ്ങൾ, ക്യാമറ, ഹാള്, അതൊക്കെ തന്നെ. ഇവിടെ ആർട്ട് നോക്ക്. ഒരു ബൈക്കിൻ്റെ ഒക്കെ ടാങ്ക് വെച്ചിട്ട് വെള്ളിങ് റോഡോ ഇത് വെച്ചിട്ടാണ് ബൈക്കിൻ്റെ പേജ്. മരം, തേനീച്ചക്കൂട്. ഈ സിറ്റി ഉണ്ടല്ലോ, ഓറോവിലിൻ്റെ സിറ്റി, ഏകദേശം ഒരു 20 ഏക്കറിലാണ് ഉള്ളത് കേട്ടോ. ഇതിൻ്റെ മേലെ നോക്കുമ്പോൾ ഒരു ഗാലക്സിയുടെ ഒരു ഷേപ്പ് പോലെയാണ് ഇത് ഡിസൈൻ ചെയ്തത്. നമ്മളവിടെ നിന്ന് ഇറങ്ങി കാര്യമായിട്ട് ഒന്നുമില്ല, കുറച്ച് വിഗ്രഹങ്ങളും കുറച്ച് സാധനങ്ങളും ഡിസ്പ്ലേ, പിന്നെ ഫോട്ടോ അധികം എടുക്കാൻ പാടില്ല. അതുകാരണം നമ്മളവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ ആർക്കിടെക്റ്റ് എനിക്ക് ഇഷ്ടമായി. റൗണ്ട് ഷേപ്പ്, അത് ക്രമീകരിച്ചിട്ടുള്ള ആ ഒരു ബിൽഡിങ്, നല്ല കൂടിങ്ങൊക്കെയുള്ള ഒരു നല്ലൊരു കാമായിട്ടുള്ള സ്ഥലം. ഇവിടെ നിന്ന് ലെഫ്റ്റാണ് മന്ദിർ വ്യൂ പോയിന്റ്. കുറേ വിദേശീയർ ഇവിടെ കാണാം കേട്ടോ. ഇത് ഇവിടെ മാത്രമുള്ള ഒരു സംഭവമല്ല കേട്ടോ, പല രാജ്യങ്ങളിലുണ്ട്. അതിൽ ഇന്ത്യയിലെ ഒരു സെക്ടറാണ് ഇവിടെ. ഇതിൻ്റെ ഫൗണ്ടർ മിറ അൽഫത്ത് എന്നാണ് നോക്കാം, ഒരു സ്ത്രീയാണ്. ഇതിന് ഓണറൊന്നും ഇല്ല എന്നങ്ങനെ പറയുന്നത്. പക്ഷെ ഇതിൻ്റെ ഫൗണ്ടർ ഒരു ഫ്രഞ്ച് ഇന്ത്യൻ യോഗ ടീച്ചർ എന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ ഫ്രാൻസിലെ ആളാണ്, ഒരു സ്ത്രീയാണ് ഇതിൻ്റെ ഫൗണ്ടർ. 1878 അവർ ജനിച്ചത്. ഇവിടെ ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് അവരുടെയാണ് കൺസെപ്റ്റ്. ഒരാൾക്ക് കൺസെപ്റ്റ് ഉണ്ടായിരിക്കണമല്ലോ. ഇത് 1968 ഇവിടെ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. പുതുശ്ശേരിയിൽ മരമില്ല. ഈ ചെടി നമ്മുടെ നാട്ടിൽ വേലിക്കുള്ളതല്ലേ, നമ്മൾ ചെറുപ്പത്തിൽ തത്തമ്മ പൂ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ യെസ് അതന്നെ. എന്താ ഇപ്പം കാണാറില്ല, അവിടെ ചെറുപ്പത്തിൽ കണ്ടതാണ്, ഇവിടെ കാണുന്നത്. ഒരു കരിങ്കല്ല് ബോർ ചെയ്ത് ഒരു ഹോളാക്കി ഇരിക്കാനൊക്കെ വലിയൊരു ചെയർ. അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 300 മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. വിദേശീയർ ഇങ്ങനെ സൈക്കിളും പിടിച്ചും പിന്നെ പഴയ സ്കൂട്ടറും ഒക്കെ നടന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ കൺസെപ്റ്റും ഇവരുടെ ഈ ഫ്രഞ്ചിലുള്ള ഇവരുടെ കുറച്ച് ആശയങ്ങളൊക്കെ ചേർത്ത് അവർ, അതായത് ജാതി മതം അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുത്താണെന്ന് തോന്നുന്നത്. സ്പ്ലെൻഡറിൽ പോണത് കുറേ പേര് അങ്ങനെ പഴയ സ്പ്ലെൻഡറിലൊക്കെ പോണതാണ്. ഒരു മൂന്നേമൊക്കെ പോണുണ്ടോ. വേറൊരു ഇവിടുത്തെ റോഡുകളോ വഴി ഇതൊന്നും ടാർ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ പണികളെടുക്കുന്ന ഈ ആൾക്കാർക്ക് എല്ലാവർക്കും തുല്യ വേതനമാണ്. അവർക്ക് ക്യാഷായിട്ടല്ല, അതൊരു കാർഡാണ്. ആ കാർഡിൽ എല്ലാവർക്കും എത്ര വലിയ ജോലി എത്ര വലിയ ചെറിയ ജോലി ആയിക്കോട്ടെ എല്ലാവർക്കും ഒരേ പൈസ, ഒരേ കൂലിയാണ് കിട്ടുക. ആ ഭാഗത്തായിട്ടാണ് അതിൻ്റെ ഡോമുള്ളത്, അവരുടെ പ്രവർത്തന സ്ഥലം. അവിടെ നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു 300-400 ഒരു ബാൽക്കണി പോലൊരു സ്ഥലമുണ്ട്. ഈ കിടങ്ങിന് ഇപ്പുറത്ത് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ട് വ്യൂ പോയിന്റ് കാണാം. നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല, ഒരുപാട് പേരുണ്ട്. ഇവിടെ ഇവരെന്തോ ഡാം പോലെ എന്തോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ഇന്റർലോക്ക് കട്ട വെച്ചിട്ട് ഉണ്ടോ, ഇതുപോലെ വെച്ചിട്ട്
എന്തൊക്കെയോ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വെള്ളം സംഭരിച്ച് വെക്കാനാന്ന് തോന്നുന്നു. റാമ്പുകൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഇന്റർലോക്കുകൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നുണ്ട്. ഇത് തോന്നുന്നു വെള്ളം കെട്ടി മഴവെള്ളം സംഭരിക്കാൻ അങ്ങനത്തെ എന്തോ ഒരു കൺസെപ്റ്റാന്ന് തോന്നുന്നു. ഇപ്പൊ സമയം 2:30 അങ്ങനെ ഒരുപാട് പേര് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അവിടുത്തെ ലേക്കാണ്, ഈ നാട്രിമണ്ടറിന്റെ ലേക്കാണ് ഇതാണ് പൊട്ടിപ്പൊളിഞ്ഞ് പോയെന്ന് തോന്നുന്നു ഈ ബ്രിക്ക് വർക്ക്. സരസ്വതി പൂജ തന്നെ മാട്രിമണ്ടർ ടീം ഗേദേഴ്സ് അറ്റ് ദ ടൈം ഓഫ് സരസ്വതി പൂജ. അപ്പോൾ ഇതിന്റെ ബേസ് ഹിന്ദുത്വത്തിലാണെന്ന് തോന്നുന്നു. ഇപ്പുറത്ത് ഇതിന് വേണ്ടുന്ന ഗാർഡൻ, അതിൻ്റെ വെൽത്ത്, അതിൻ്റെ കുറേ കാര്യങ്ങൾക്ക് ചിലവായ പൈസകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ കോസ്റ്റ് ഓഫ് ലേക്ക് 100 crores. നമുക്ക് വേണമെങ്കിൽ ഇവിടെ പൈസ കൊടുക്കാം, ഓഫറിങ് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ മുഴുവനായി പഠിച്ചിട്ടൊന്നുമില്ല. അറിഞ്ഞിടത്തോളം എനിക്ക് തോന്നുന്നത് ഒരു ഹിന്ദു മതത്തിൻ്റെ ഒരു അപ്ഡേഷൻ, ഒരു മിറ അൽഫസ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് തോന്നുന്നത്. അറിവില്ല വില്ലേജ് മാട്രിമണ്ടർ എന്നാണ് ആ ഒരു സംഭവത്തിനെ പറയുന്നത്. ജാതി മതം അങ്ങനെ കൺസെപ്റ്റുകളൊന്നും ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ഇവർക്ക് യോഗ, അതുപോലെ പ്രാർത്ഥനാ സ്ഥലം, ഇതൊക്കെ ഒരു മതത്തിൻ്റെ ലക്ഷണങ്ങളല്ലേ. എന്തായാലും നമ്മളിത് കണ്ടു കഴിഞ്ഞു. വേറെ കൂടുതൽ ആശയങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പം നമ്മളവിടെ എക്സിബിഷന് പോയി ചെന്നപ്പോഴും അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. കൂടുതലും വിഗ്രഹങ്ങളാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഹിന്ദു മതത്തിൻ്റെ ബേസ് വെച്ചിട്ട് അവരുടേതായ ഈ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയാണെങ്കിലും എനിക്ക് അതിൻ്റെ ആ ഒരു ആർക്കിടെക്ചറൽ ആ ഒരു നിർമ്മിതി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അങ്ങനെ ശൽക്കങ്ങൾ പോലെയുള്ള എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. എന്തായാലും കാണാൻ ഒന്നൊന്നര ലുക്കായുണ്ട്, ഗാർഡനായാലും അല്ലാതെ. അപ്പോൾ നമ്മളിവിടുന്ന് തിരിച്ച് നടക്കുകയാണ്. ഇവിടുന്ന് ഒരു 100-300 മീറ്റർ നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ബസ്സുണ്ട്. അങ്ങനെ 1.5 കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന് നടക്കാൻ. അപ്പോൾ നമ്മൾ തിരിച്ച് ഇവരുടെ ഈ ഷട്ടിൽ ബസ്സിൽ കയറിയിട്ട് തിരിച്ച് പോകണം. ഇതൊരു നട്ട്സിൻ്റെ ബാറാണ് കേട്ടോ, പരിപ്പാടല്ല. അപ്പോൾ ഇതിവിടെ ഈ പാർക്കിങ്ങിൽ ചായയും അതൊക്കെ ഉണ്ട്. അടിപൊളിയുണ്ടോ ഈന്തപ്പഴം കുറേ ആളുകൾ വരും. ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് കേട്ടോ അതിൻ്റെ ഫൗണ്ടർ, മിറ അൽഫസ. അപ്പോൾ നമ്മൾ ഇതുവരെ ആരോഗ്യ കണ്ടതിനനുസരിച്ച് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവരുടെ മിറ അൽഫസ എന്ന് പറയുന്ന ഇവരുടെ ഒരു ആത്മീയ അമ്മ എന്ന് പറയും. മാതാമൃതാനന്ദമയി എന്നൊക്കെ പറയണില്ലേ, ഒരു അമ്മ എന്നാണ് പറയുന്നത്. അപ്പോൾ ഹിന്ദു മതത്തിൻ്റെ ഒരു ബേസിലാണ്. പക്ഷേ ആചാരങ്ങളും അങ്ങനെ ക്രിയകളും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇവർക്ക് മെഡിറ്റേഷനും യോഗ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. കൂടുതലായിട്ട് എനിക്ക് അറിവുകളൊന്നും കിട്ടില്ല. നമ്മളിപ്പോൾ കാലത്തൊട്ട് ഉച്ചവരെ ഇതിൻ്റെ പുറകെ നടന്ന് ഇവരുടെ എക്സിബിഷൻ സ്റ്റാളൊക്കെ കണ്ടതെന്ന് മനസ്സിലായ കാര്യങ്ങളാണത്. അത്രേ ഉള്ളൂ.